ഹലോ ഗായ്സ്, അവർ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ EHRKMS വളാഞ്ചേരിയുടെ ഗ്രാജുവേഷൻ സെറമണി പ്രോഗ്രാമാണ്. അതുപോലെ ഫ്രഷേഴ്സ് ഡേയും DJയും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഡാൻസും പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് കാണാം. Let's invite Mr. Nabil sir, Director of EHRKMS. Let's invite Mr. Muji. Let's invite our Principal, Nasima ma'am, for welcome speech. Good morning to all. നമ്മൾ ഇന്ന് EHR ക്യാമ്പസിൻ്റെ 2024 ബാച്ചിൻ്റെ ഗ്രാജുവേഷൻ സെറിമണി ആൻഡ് 2025 ബാച്ചിൻ്റെ ബാച്ച് ഇനാഗുറേഷൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഗ്യാദർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള ഏതൊക്കെയിടയിലും നമുക്ക് വേണ്ടി ടൈം കണ്ടെത്തിയിട്ടുള്ള ഫിലിം ഡയറക്ടർ ജഗിരെ സാറിനെ ഞാൻ ആദ്യം തന്നെ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. Our beloved directors, Nabil sir, Abdurrahman sir, Shafiq sir, എല്ലാവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. ആൻഡ് the most important part, our graduates and our students and their parents, everybody welcome to the program. Thank you. Mr. Abdurrahman sir, Director of EHR campus, for few words. Zakaria, everybody should be no problem. EHR campusile teachers, students, graduation ceremony batch opening day ആണ്. വളാഞ്ചേരി EHR campus തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം പിന്നിട്ട് മാക്സിമം നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഇവിടെയുള്ള സ്റ്റുഡൻസിൻ്റെ സപ്പോർട്ടും ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും നടന്നുകൊണ്ടിരിക്കുന്നു. EHR ക്യാമ്പസിൽ ഒരുപാട് കോഴ്സുകളുണ്ട്. നമ്മുടെ പുതിയ ബാച്ചിലേക്ക് വന്ന കുട്ടികളെല്ലാം അവരവരുടെ ചോയ്സിനനുസരിച്ചിട്ടുള്ള പുതിയ കോഴ്സുകളാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. നിങ്ങളെ മുന്നേ സഞ്ചരിച്ചതാണ് നിങ്ങളുടെ ഗ്രാജുവേഷൻ സെറിമണിക്കായിട്ട് ഇവിടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം ഏറ്റുപിടിക്കാൻ വേണ്ടി നിങ്ങളെ മുന്നിൽ ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹവും സപ്പോർട്ടും ഉണ്ടാവട്ടെ എന്നും കൂടി ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. നമ്മൾ ഏത് കോഴ്സ് എടുക്കുകയാണെങ്കിൽ കുറച്ച് കാര്യം വന്ന് കൂടി ഫസ്റ്റ് ഡേ പറഞ്ഞിരുന്നു. നമ്മളെല്ലാം എടുക്കേണ്ടത് ഒരു മാനേജ്മെന്റ് ലെവലിലുള്ള കോഴ്സുകളാണ് അധികവും. അതേപോലെ തന്നെ IAS കോഴ്സായിട്ട് IAS അക്കാദമിയായിട്ട് ഈ രീതിയിലുള്ള കോഴ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. പ്രധാനമായിട്ട് ഇപ്പോൾ മാനേജ്മെന്റ് ലെവലിലൊക്കെയുള്ള കോഴ്സുകൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കോഴ്സ് പഠിക്കുന്നതിനപ്പുറം നമ്മൾ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആവുക എന്ന് പറഞ്ഞൊരു സംഭവം. പ്രൊഫഷണലി ക്വാളിഫൈഡ് ആവുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മളൊരു കോഴ്സ് എടുത്തു ആ കോഴ്സ് പാസ്സാവുക, അതിന് വർക്ക് കിട്ടുക എന്നുള്ളതിന്റെ അപ്പുറത്തോട് നമ്മുടെ കഴിവുകളും നമുക്ക് കിട്ടുന്ന മേഖല പെട്ടെന്ന് എടുക്കുന്ന പല രീതിയിലുള്ള മേഖലകളായിരിക്കും. ഇപ്പൊ നിങ്ങളെ ഹോസ്പിറ്റലേഷൻ പഠിച്ച പെട്ടെന്ന് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വലിയ കോഴ്സ് കൊണ്ടുപോയിട്ട് എഴുതാനുള്ള ആളുകൾ ഉണ്ടാവുക. അതുപോലെ തന്നെ ഏവിയേഷൻ ആയിക്കോട്ടെ, മറ്റു കോഴ്സുകളായിക്കോട്ടെ, തുടക്കത്തിൽ നമ്മുടെ ഒരുപാട് ക്വാളിറ്റി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടും പുതിയ അറിവുകൾ നമുക്ക് കിട്ടുന്നതിന്റെ ഭാഗമായിട്ടും ഹോസ്പിറ്റാലിറ്റി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് മേഖലയിലോട്ട് നമ്മൾ നിങ്ങളെ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഒരു മനുഷ്യന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വിദ്യാഭ്യാസം എന്നുള്ളത്. വിദ്യാഭ്യാസത്തിന് ഒരു മനുഷ്യന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു പങ്ക് ഉണ്ട്. കാരണം 1ാം ക്ലാസ് മുതൽ +2 വരെ നിങ്ങളായിക്കോട്ടെ ഞങ്ങളായിക്കോട്ടെ Let's invite Mr. Ashraf Ahmed Timur sir, and let's invite Muji, Councillor of വളാഞ്ചേരി sir. പറഞ്ഞു വരുന്നത്, ദൈവം മനുഷ്യനെ പഠിച്ചിട്ടുള്ളത് എപ്പോഴും പഠിക്കുക എന്നുള്ള ചിന്തയോട് കൂടി മാത്രമാണ്. കാരണം മനുഷ്യന് മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, പഠിക്കുക എന്ന ചിന്ത കൊടുത്തിട്ടുള്ളൂ. കാരണം
നിങ്ങൾക്ക് ഒരു താറാവിന്റെ കുഞ്ഞിനെ ഒരു കുളത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ അതിനാരും ട്രെയിനിങ് കൊടുത്തിട്ടല്ല എന്ത് ചെയ്യുന്നത്, ആ താറാവിന്റെ കുഞ്ഞിനെ നിങ്ങൾ ഒരു കുട്ടിയെ 2 വയസ്സായ 3 വയസ്സായ കുട്ടിയെ നിങ്ങൾ വെള്ളത്തിലേക്ക് ഇറക്കിയപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യും, താഴും. അപ്പൊ മനുഷ്യന് മാത്രമാണ് ദൈവം എന്ത് ചെയ്ത് നൽകിയിട്ടുള്ളത്, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാനുള്ള 90 വയസ്സ് വരെ 90 വയസ്സ് വരെ പഠിച്ചുകൊണ്ടിരിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമാണ് ഇത് നൽകിയിട്ടുള്ളത്. അപ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, പഠനത്തിൽ ഈ കോഴ്സ് കഴിഞ്ഞാലും മറ്റേ ട്രെയിനിങ്ങിന്റെ ഭാഗം നിരന്തരം പഠനം നടത്തിക്കൊണ്ടേ ഇരിക്കുക. അത്തരം പഠനം നടത്തുന്നവർക്കാണ് ജോലിയിലാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും വിജയങ്ങളിലും ഉന്നതിയിലും എത്താൻ വേണ്ടി കഴിയുള്ളൂ. ഇനി വിജയങ്ങൾ എത്തിക്കഴിയുന്നവരോട് എനിക്ക് 2 കാര്യങ്ങളാണ് ഉപദേശിക്കാനുള്ളൂ. ഒന്ന്, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ എന്തെങ്കിലും ചേർത്ത് പിടിക്കണം. ജീവിതത്തിന്റെയോ വിദ്യാഭ്യാസത്തിന്റെയോ അത്യുന്നതങ്ങളിൽ എത്തിയാൽ പോലും നിങ്ങൾ ചേർത്ത് പിടിക്കേണ്ട മെയിൻ വ്യക്തികളാണ് നിങ്ങളുടെ മാതാപിതാക്കൾ. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നമ്മുടെ സഹപ്രവർത്തകർ, നമ്മുടെ സഹജീവികളോടുള്ള കരുണ കാരുണ്യം, ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ചേർത്ത് പിടിക്കണം. എന്റെ മുന്നിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. Thank you, sir. നമസ്കാരം. പ്രിയപ്പെട്ട സ്നേഹിതൻ റഹ്മാൻ, നൗഫൽ, വിദ്യാർത്ഥികൾ, നമ്മളെ നാടിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇന്നുണ്ട്. അതിന് ഈ നാടിൻ്റെ ഭരണ സംവിധാനത്തിലിരിക്കുന്നവർക്കും അല്ലാത്തവർക്കും വലിയ പങ്കുണ്ട്. ഇപ്പോൾ തന്നെ ഈ ക്യാമ്പസിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സുകൾ, ഈ കോഴ്സുകളുടെ പേരുകൾ ഒരു സമയത്ത് വലിയ വലിയ പട്ടണങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന, അവിടെ മാത്രം സാധ്യമായിരുന്ന കോഴ്സുകളായിരുന്നു. ഒരു ഏവിയേഷൻ കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ കൊച്ചിയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ പട്ടണങ്ങളിലോ ചെന്നൈയിലോ ഒക്കെ പോയി പഠിക്കേണ്ട ഒരു സമയം നമ്മുടെ നാടിനുണ്ടായിരുന്നത് വലിയ പുറകിലൊന്നുമല്ല. ഈ അടുത്തൊരു 10-20 വർഷത്തെ 20 വർഷത്തെ പിന്നിലോട്ട് പോവലിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ആ സമയത്ത് ജനിക്കുകയോ അല്ലെങ്കിൽ ജനിച്ചവരെല്ലാം ജനിക്കുകയോ ചെയ്തത് കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇത്തരം വ്യത്യസ്തമായ കോഴ്സുകൾ നമ്മുടെ പരിസരത്ത് പരിചയപ്പെടുത്താനും അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നടത്താനും ആവശ്യമായ ഒരു സാമൂഹിക വിദ്യാഭ്യാസ ബോധത്തിലേക്ക് ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർമാർ എത്തി എന്നുള്ളതാണ് ഏറെ പ്രശംസ അർഹിക്കുന്ന സംഗതി. ഞാനും റഹ്മാൻ സാറും ചെറിയ ക്ലാസ് മുതൽ 5ാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിക്കാൻ മുതൽ ഈ പ്രായം വരെ എന്ത് ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, അത് നാടിനും സമൂഹത്തിനും ഏത് രീതിയിൽ ഉപകാരപ്പെടുത്താം എന്നുള്ള ആലോചനയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങളുടെ പങ്കാളിയാവുന്നതും അത് കൊണ്ട് നടത്തുന്നതും നിങ്ങളെപ്പോലെയുള്ള സ്റ്റുഡൻസിൻ്റെ പുറകെ നടന്ന് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതും. ഇതിനൊന്നും ഒരു പ്രത്യേക സമയം ആരുടെ കയ്യിലുമില്ല. പക്ഷേ ഇതിനെല്ലാം സമയമുണ്ടാക്കി റഹ്മാൻ സാറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഇവിടെ മറ്റ് ഡയറക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അറിയാം. ഒരു പദ്ധതിയിൽ മാത്രം നിൽക്കുന്ന ആളുകളല്ല, പല പദ്ധതികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. വലിയ ബിസിനസ് സംരംഭങ്ങൾ അല്ലെങ്കിൽ വലിയ പണം തിരിച്ച് വരാൻ സാധ്യതയുള്ള സംഗതികളിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർക്ക് അതിലൊക്കെ അവരുടെ ഫുൾ ടൈം അവരതിൽ വർക്ക് ചെയ്താൽ അവർക്ക് ഒരുപാട് പണം മാത്രം റിട്ടേൺ വരുന്ന സംരംഭങ്ങളിൽ മാത്രം അവർ നിന്നാൽ അതിൽ നിൽക്കാൻ ആരും കുറ്റം പറയില്ല അതിൽ നിന്നാൽ. പക്ഷെ അങ്ങനെ അല്ലാതെ തന്നെ
കുറെ കൂടെ സാമൂഹിക ബോധത്തോടു കൂടെ കുറെ കൂടെ മനുഷ്യന്മാരുടെ വളർച്ചയിൽ ആഹ്ലാദം ഉണ്ടാവുന്ന തരത്തിലുള്ള പദ്ധതികളാണ് ഇവരൊക്കെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഈ സ്ഥാപനത്തിൽ വന്ന് നിൽക്കാനും ഇതിൻ്റെ ഈ കോൺവെക്കേഷൻ പ്രോഗ്രാമിൽ നിൽക്കാനും ഏറെ സന്തോഷമുണ്ട്. ഞാനിപ്പം ഷൊക്കാനെ കുറിച്ച് ആലോചിക്കുകയാണ്, നമ്മളെ ചെയർമാനെ കുറിച്ചാണ്. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അന്നത്തെ പ്രോഗ്രാമുകളുടെ ലിസ്റ്റ് ഉണ്ടാവും ഉറപ്പായിട്ടും. അത് അപ്പം ഇതിന് മുഴുവനും പങ്കെടുക്കണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് എന്താ ഒറ്റ കാരണത്താൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യമോ അല്ലെങ്കിൽ മറ്റു എല്ലാവർക്കും ആരോഗ്യവും മാനസികവും ഒക്കെ ആയിട്ടുള്ള ശാന്തതയും സ്വസ്ഥതയും ഒക്കെ ആവശ്യമുണ്ടല്ലോ എന്ത് നേതാവാണെങ്കിലും. അപ്പം അതെല്ലാം മറന്ന് ഇത്തരത്തിലുള്ള നാടിൻ്റെ വികസനത്തിലും വളർച്ചയിലും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഇപ്പം ഞാൻ തന്നെ മിക്കവാറും ഞാനിവിടെ ഉണ്ടാകുമ്പോൾ മിക്കവാറും പ്രോഗ്രാമുകളിൽ ഇവർ രണ്ടുപേരും ജിപിയും അഷ്റഫ് കെയും ഉണ്ടാവും. അപ്പം അതൊരു ഒരു കാഴ്ചപ്പാടാണ്. എൻ്റെ സുഹൃത്തുക്കൾ മുന്നോട്ട് വെക്കുന്ന സംരംഭങ്ങൾ, എൻ്റെ സുഹൃത്തുക്കൾ മനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംരംഭങ്ങൾ, അത് കാണാനുള്ള ആഗ്രഹം, അത് ജയിക്കുന്നത് കാണാനും അവിടുത്തെ വിദ്യാർത്ഥികൾ ഉയർന്ന നിലവാരത്തിലെത്തുന്നത് കാണാനും അറിയാനുമുള്ള ആഗ്രഹമാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ മേടിച്ച് നിങ്ങൾ പുറത്തു പോകും. നിങ്ങൾക്ക് ഇവിടെ നേരത്തെ ഡയറക്ടർമാർ പറഞ്ഞ പോലെ തന്നെ വലിയ ലോകമാണുള്ളത്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. വലിയ ലോകമാണ് നമുക്ക് മുന്നിലുള്ളത്. ആ ലോകം തുറക്കാനുള്ള ആ ചാവി നിങ്ങളുടെ കയ്യിൽ വിലയേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുതിയ വന്ന വിദ്യാർത്ഥികളോടും നിങ്ങൾ ഒരു സ്റ്റെപ്പാണ്, നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു സ്റ്റെപ്പ് കൂടിയാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്. എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നൽകിക്കൊണ്ട് ഞാൻ സംസാരം അവസാനിപ്പിക്കുന്നു. Thank you, sir. Let's ഏറ്റവും ആദരണീയനായ താനൂർ വളാഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ, ഇന്ന് മുഖ്യാതിഥിയായിരിക്കുന്ന പ്രിയപ്പെട്ട സംവിധായകനും കലാകാരനുമായ ശ്രീ സക്കറിയ അവറുകൾ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള HR ക്യാമ്പസ് അധികൃതർ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏറ്റവും പ്രധാനമായി ഈ പ്രോഗ്രാമിൽ തന്നെ കാരണഭൂതരായ ഇന്ന് കോൺവൊക്കേഷൻ സെറമണിയിലൂടെ തങ്ങളുടെ മനോഹരമായ കരിയറുകളിലേക്ക് ചുവടെടുത്ത് വയ്ക്കുന്ന പ്രിയപ്പെട്ട ഗ്രാജുവേറ്റ്സ്, വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ ഈ ഒരു ആഹ്ലാദവേളയിൽ നിങ്ങൾ ട്രെയിനിങ് പൂർത്തിയാക്കി തീർച്ചയായിട്ടും വളരെ മികച്ച സൗകര്യങ്ങളോടുകൂടി തന്നെ കൃത്യമായ ഇവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെയും മറ്റ് മാനേജ്മെന്റിൻ്റെയൊക്കെ പൂർണ്ണമായ പിന്തുണയോടുകൂടി ട്രെയിനിങ് പൂർത്തിയാക്കി നിങ്ങളുടെ കരിയറുകളിലേക്ക് വളരെ നീണ്ട വളരെ മനോഹരമായ കരിയറുകളിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഈ ഒരു സന്തോഷവേളയിൽ എത്തിച്ചേരുവാനും കുറച്ച് സമയം നിങ്ങളോടൊപ്പം ചിലവഴിക്കുവാനും സാധിക്കുന്നത് വ്യക്തിപരമായി തന്നെ ഒരു സന്തോഷമായിട്ടാണ് കാണുന്നത്. അതേപോലെ IAS അക്കാഡമി അവരുടെ ആഭിമുഖ്യത്തിൽ ഒരു ഡിഗ്രി കം സിവിൽ സർവീസ് കോച്ചിങ് പ്രോഗ്രാം ഇവിടെ ക്യാമ്പസിൽ ആരംഭിക്കുന്നു എന്നുള്ളതും ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇവിടെ ആദരണീയനായ ചെയർമാൻ സൂചിപ്പിക്കുകയുണ്ടായി, നമുക്ക് സാമൂഹിക പ്രതിബദ്ധതയുടെ ആവശ്യകതയെക്കുറിച്ച്. നമ്മൾ കരിയറിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ അവനവനോട് തന്നെയും അവനവന്റെ കുടുംബത്തോടൊക്കെയും തന്നെയുള്ള ഉത്തരവാദിത്തങ്ങൾക്കപ്പുറം സമൂഹത്തോടുള്ള പ്രതിബദ്ധത കൂടി നമ്മളുടെ ഒരു മാനദണ്ഡമാകുകയാണ്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സമൂഹം നൽകിയിട്ടുള്ള വളരെയധികം കാര്യങ്ങളുണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് ചെറുപ്പകാലം മുതൽ പ്രത്യേകിച്ചും കേരളത്തിൽ നമുക്കറിയാം, നമ്മൾ കേരളത്തിന്റെ ബജറ്റ് നോക്കിയാൽ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആകട്ടെ സർക്കാരിന്റെ ആകട്ടെ നമ്മൾ ഏറ്റവും അധികം തുക വകയിരുത്തുന്നതും ചിലവഴിക്കുന്നതും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ പൊതുവിദ്യാലയങ്ങളെയും തന്നെ മികവിന്റെ കേന്ദ്രങ്ങളാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ രീതിയിൽ കേരള സർക്കാർ അല്ലെങ്കിൽ കേരള സമൂഹം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളായ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളായ നിങ്ങൾ ഓരോരുത്തരുടെയും ഉന്നമനത്തിലാണ്. സോ ആ രീതിയിൽ സമൂഹത്തിന്റെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റും തീർച്ചയായിട്ടും അവരുടെ
ശ്രദ്ധയും കെയറും ഒക്കെ ലഭിച്ച് മുന്നോട്ട് വന്ന ഞാനും നിങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു വിദ്യാർത്ഥി സമൂഹത്തിന് തീർച്ചയായിട്ടും സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തണം. നമ്മൾ ജനിച്ചു വളർന്ന, നമ്മൾ കണ്ട് ശീലിച്ച പ്രശ്നങ്ങൾക്ക് നമ്മളെ കൊണ്ട് തന്നെ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കണം, ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കണം എന്നൊക്കെയുള്ള ലക്ഷ്യമുള്ള വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും സിവിൽ സർവീസ് വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അതിന് കൃത്യമായ ഗൈഡൻസ് നൽകുക എന്നുള്ളത് ആ രീതിയിൽ ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളതെന്ന് മാത്രമാണ്. അവസരങ്ങളുടെ വലിയൊരു വാതായനം നമുക്ക് മുന്നിൽ തുറന്നു കിടക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായ സ്കില്ലുകളൊക്കെ സ്വായത്തമാക്കി, അതിനാവശ്യമായ വൊക്കേഷണൽ ട്രെയിനിങ് ആകട്ടെ, ഓൺ ജോബ് ട്രെയിനിങ് ആകട്ടെ, അതൊക്കെ കൂടി സ്വായത്തമാക്കി മുന്നോട്ട് വരുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ. സോ അതൊക്കെ വലിയൊരു കരിയറിലേക്കുള്ള ഒരു ആദ്യ ചവിട്ടുപടിയായിട്ട്, ഒരു പ്രചോദനമായിട്ട് മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഒന്ന് ചീത്ത പറയുകയാണെങ്കിലോ ആളെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലോ എന്ന് നമ്മൾ ആലോചിക്കും. അതില്ലാത്ത ആളുകളാണ് അതിനെ കുറിച്ച് ആലോചിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ രക്ഷിതാക്കൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അവിടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അതാണ് ഇനി അടുത്ത തലമുറ ചെയ്യുന്ന കാര്യം. അതുകൊണ്ട് വന്ന വഴികളെ മറക്കാതിരിക്കുക. അക്കാദമിക് നിലവാരത്തിന്റെ ഉന്നത തലങ്ങളിൽ എത്തുക. എത്തുമ്പോഴും അവിടെ നിങ്ങൾ ചില കാര്യങ്ങളെ നിങ്ങൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. ഇനി ഈ കോൺവെക്കേഷൻ സെറിമണി കഴിഞ്ഞിട്ട് പോയിട്ടെങ്കിലും ഉമ്മ ഉപ്പ എനിക്കതാ സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനുള്ള മക്കളായി മാറട്ടെ. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രചോദനമായി മാറും. അതൊരു സ്പാർക്കായി മാറും. ആ സ്പാർക്ക് നിലനിർത്തിക്കൊണ്ട് ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിന് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി ചെയ്യുന്നു. To hand over the momentum to education staff, Mujib sir, please. Shifana, Shahna Sharin, Shahna, വേദിയിലിരിക്കുന്ന നമ്മുടെ വിശിഷ്ട വ്യക്തികൾ, എസ്പെഷ്യലി ഫിലിപ്പ് സർ, നഗരസഭാ ചെയർമാൻ അഷ്റഫ് സർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് സർ, വിജയ് സർ, അസുഖം വളാഞ്ചേരി മുനിസിപ്പാലിറ്റി, ഓരോന്നും നമ്മുടെ ഡയറക്ടേഴ്സും കൂടി. നമ്മളൊരു ഫ്രണ്ട്ലി മോഡിലാണ് നമ്മുടെ ക്യാമ്പസ് ഇതുവരെ റൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ഏറ്റവും ഫസ്റ്റ് എടുത്ത് പറയേണ്ടത് നമ്മുടെ ഡയറക്ടേഴ്സിന്റെ അകമഴിഞ്ഞ ഒരു സപ്പോർട്ട് തന്നെയാണ്. ഓക്കെ, അത് മുന്നോടിയായി ഇപ്പം മുജീബ് സാർ ഓൾറെഡി ഒന്ന് മെൻഷൻ ചെയ്ത പോലെ വളാഞ്ചേരി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഒരു IAS അക്കാദമി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കായിരുന്നു. കാരണം ഇവിടെയുള്ള സ്റ്റുഡൻസിനെ ഫസ്റ്റ് ഓഫ് ഓൾ അവയർനെസ്, ഇപ്പം ദിലീപ് സാറിനാണെങ്കിൽ നന്നായിട്ട് അറിയാം, നമുക്ക് സിവിൽ സർവീസിന്റെ ഹബ്ബുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഡൽഹിയാണ്. അതിനുശേഷം കേരളത്തിലേക്ക് നോക്കുന്ന സമയത്ത് ട്രിവാൻഡ്രത്താണ്. അപ്പൊ മലപ്പുറം എന്നൊരു സ്ഥലത്ത് നമുക്കൊരു IAS അക്കാദമി എന്ന് പറയുന്നത് വളരെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു. ബട്ട് 2021
സാറ് റാങ്ക് നേടിയ അതേ വർഷമായിരുന്നു നമ്മുടെ സിവിൽ സർവീസ് അക്കാദമി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്രൂപ്പ് ഓഫ് ആസ്പിറൻസിൽ നിന്നാണ് നമ്മുടെ IAS അക്കാദമി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിൽ ഒരുപാട് ഇൻസൈറ്റ്സ് സാർ തന്നിട്ടുണ്ടായിരുന്നു. സാർ ഓർമ്മയുണ്ടോന്ന് അറിയില്ല, നമ്മുടെ ആദ്യം സംസാരിച്ചത് ക്ലബ് ഹൗസ് പ്ലാറ്റ്ഫോം എന്നായിരുന്നു 2021. അപ്പൊ അന്ന് നമുക്ക് UPSC ലവേഴ്സ് കേരള എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ സാർ വന്ന് സംസാരിച്ചു. അപ്പൊ ആ ഒരു വർഷം സാർ പ്രിപ്പറേഷൻ ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു. നമുക്കൊരു കൊറോണ വന്ന സമയത്തായിരുന്നു ആക്ച്വലി ആ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വളരെ ആക്റ്റീവ് ആയിരിക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിലാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ IAS എന്ന് പറയുന്നത് എന്തോ എടുത്താൽ പൊങ്ങാത്തൊരു സാധനമാണ്, നമുക്കൊന്നും സാധിക്കില്ല. അതിനേക്കാൾ ഉപരി ഈ IAS ഓഫീസേഴ്സ് ഒക്കെ ഭയങ്കര ജാടയുള്ള ആളുകളാണ്. എന്റെ ഒരു കോൺസെപ്റ്റ് അങ്ങനെയായിരുന്നു, ഇവരൊന്നും സംസാരിക്കാൻ പറ്റില്ല, വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ അന്ന് നമ്മളെല്ലാവരും കൊറോണ ടൈമില് നമ്മളെന്താണ് എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് അവരൊക്കെ സംസാരിക്കണം. അത് അന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഒരുപാട് ഓഫീസേഴ്സിനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. എനിക്ക് പേഴ്സണലി ഒരുപാട് ഓഫീസേഴ്സിനെ പരിചയപ്പെടാൻ പറ്റി. സിവിൽ സർവീസസ് എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഡെഡിക്കേഷനും മോട്ടിവേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നേടാൻ പറ്റുന്നതായിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ് എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ഒരു അടിത്തറ ഞങ്ങൾക്ക് കിട്ടുന്നത് ആ ടൈമിലായിരുന്നു. അതിനുശേഷം പിന്നീട് അടുത്തൊരു ചലഞ്ചിങ് ടാസ്ക് എന്ന് പറയുന്നത് ഈ ഓഫീസേഴ്സ്, ഇവരൊക്കെ വളരെ വലിയ വലിയ ആളുകളാണ്, നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയില്ല എന്നുള്ള കേസുകളൊക്കെ. പക്ഷെ ആ ഒരു പ്ലാറ്റ്ഫോം വഴി ഒരുപാട് ഓഫീസേഴ്സ്, ശ്രീധന്യ മാം ഉണ്ടായിരുന്നു, 6 വർഷം കോളേജ് എത്തിക്കുന്ന ഗോകുൽ സാർ, എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടാണ് ഗോകുൽ സാർ. ഗോകുൽ സാർ വഴിയാണ് ദിലീപ് സാറുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നത്. സമയത്ത് ഒരാളുടെ സപ്പോർട്ട് ഇല്ല എന്ന് ഫീൽ ചെയ്യുന്ന സമയത്ത് സാർ എന്നെ മാനേജ് ചെയ്യും. പ്രൊഫഷനിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. കാരണം അല്ലെ, നമുക്ക് സ്കൂളോ കോളേജോ പോലൊരു സ്ട്രക്ചേർഡ് സംഭവം അല്ല ഇത്. കുറെയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് അല്ലെ. പരിപാടി ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അടുത്ത സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അതിലാണ് നമ്മളെ മെയിൻ സെലിബ്രേഷൻസ് പ്രോഗ്രാം DJ ഒക്കെ ആയിട്ട്